എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 300ാമത്തെ വീഡിയോ ആണ്. വളരെ സന്തോഷമായിട്ടും ഗ്രാറ്റിറ്റ്യൂഡോടും ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ഒരു 1-1.5 വർഷത്തിന് മുമ്പേ തുടങ്ങിയ ചാനൽ ദൈവം സഹായിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നിങ്ങളുടെയും സപ്പോർട്ടുള്ളത് കൊണ്ടാണ് അത് നല്ല രീതിയിൽ പോകുന്നത്. അതിൽ ഇപ്പം 300ാമത്തെ വീഡിയോ എടുക്കുന്നതിലും അതിൽ ഷെയർ ചെയ്യുന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് നിങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് തുടങ്ങുവാണ്. ഗോഡ് ഈസ് ഗ്രേറ്റ്. യു ആർ ഓൾസോ ഗുഡ്, ഗ്രേറ്റ്. താങ്ക് യു. ഇതിൽ നമ്മൾ 2ാമത്തെ ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2ാമത്തെ ചാപ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വലുതാണ്. പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം കഴിഞ്ഞ ബുക്കിൽ കാത്രീൻ്റെ ഹിപ്നോതെറാപ്പിയിൽ എന്തൊക്കെ നമ്മൾ അറിയാൻ കിട്ടിയോ അതുപോലെ തന്നെയാണ് ഇന്ന് ആൻഡ്രിയയുടെ ഹിപ്നോതെറാപ്പിക് മെത്തേഡിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ ഡോക്ടറും സന്തോഷമാണ്, ആൻഡ്രിയയും സന്തോഷമാണ്, വായിക്കുന്ന എനിക്കും സന്തോഷമുണ്ട്, ഷെയർ ചെയ്യുന്ന എനിക്കും സന്തോഷമുണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപാട് ഫലപ്രദമാകും എന്നുള്ള വിശ്വാസമുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൽ അപ്പം ഡോക്ടർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആൻഡ്രിയയുടെ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. ക്ലാസിക്കൽ എന്ന് വെച്ചാൽ അതായത് 100% പെർഫെക്റ്റായിട്ടുള്ള വളരെ നല്ല, അതായത് ഈ കൊച്ചു പിള്ളേരുടെ സംസാരത്തിൽ വാക്കിൽ പറഞ്ഞാൽ അടിപൊളി എന്നുള്ള രീതിയിലാണ് ഡോക്ടർ ഇതിനെ വിവരിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരൊരു ന്യൂസ് റിപ്പോർട്ടറാണ്, പേഷ്യൻ്റ് പോലും അല്ല. അവരായിട്ട് സമ്മതിച്ചു, ശരി എൻ്റെ ചാനലിന് വേണ്ടിയല്ലയോ ഞാൻ തന്നെ പേഷ്യൻ്റ് ആവാമെന്ന്. പക്ഷേ അവർക്കും ഈ ഹിപ്നോതെറാപ്പി തുടങ്ങിയപ്പം തന്നെ ടക്കേന്ന് പാസ്റ്റ് ലൈഫിലോട്ട് പോകാൻ പറ്റി. വളരെ ക്ലാരിറ്റിയോട് അവർക്ക് കാണാൻ പറ്റി. അവർ ഷെയർ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ ഇതിൽ ഒരു സാഡ് പാർട്ട് എന്തുവാന്ന് വെച്ചാൽ, ഒരു TV ചാനൽ ആണ് ഡോക്ടറെ അപ്രോച്ച് ചെയ്ത് ഇത്രയും ചെയ്തു, എല്ലാം റെക്കോർഡ് ചെയ്തു. പക്ഷേ അത് എയർ ചെയ്തില്ല എന്ന് വെച്ചാൽ അത് ടെലികാസ്റ്റ് ചെയ്തില്ല. അപ്പം അവരുടെ തലപ്പത്തുള്ള കമ്പനിയുടെ ചാനലിൻ്റെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, തലപ്പത്തുള്ള ആൾക്കാർ. അതിൽ ഒരാൾ പറഞ്ഞത്രേ, ഇത് വേണ്ട, ഇത് അയച്ചാൽ നമ്മുടെ ന്യൂസ് റിപ്പോർട്ടറിന് ഒരുമാതിരിയാകും. അദ്ദേഹം വേറെ എന്തോ ഉദ്ദേശിച്ചോ അറിഞ്ഞൂടാ, അദ്ദേഹം ഉറച്ചങ്ങനെ പറഞ്ഞുകൊണ്ട് ഒടുക്കം വരെ ഇത് TV ചാനലിൽ വന്നിട്ടില്ല. അതിനെന്താ, നമുക്കൊരു ബുക്ക് മുഖാന്തരം നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ലയോ, അതേ വലിയ കാര്യം, നമുക്കത് മതി. ഓക്കെ, ഇനി ഫോറിനിലുള്ള TV ചാനലൊക്കെ നമ്മളെവിടെ പോയി കാണാൻ പോകുന്നത്? അപ്പം ബുക്ക് വായിക്കുന്നതും ഇങ്ങനെ പങ്കിടുന്നതുമാണ് ഏറ്റവും നമുക്ക് സൗകര്യമായിട്ടുള്ള കാര്യവും ഫലപ്രദമായിട്ടുള്ള കാര്യവും. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ട് ഇവിടെ പറയുന്നത് ലവ് എന്ന് വെച്ചാൽ സ്നേഹം. അപ്പം ഇവിടെ ആൻഡ്രിയയുടെ പാസ്റ്റ് ലൈഫ് കാണുമ്പം ആൻഡ്രിയയ്ക്കും ആൻഡ്രിയയുടെ അമ്മയ്ക്കും നല്ല സ്നേഹം, ആൻഡ്രിയയ്ക്കും ആൻഡ്രിയയുടെ അച്ഛനും ഭയങ്കര സ്നേഹം. അവർ തമ്മിൽ, അമ്മയ്ക്കും അച്ഛനും തമ്മിൽ നല്ല പൊരുത്തമുണ്ട്, നല്ല സ്നേഹം. ആ ഡോഗിനെ രാത്രി ആ വിൻ്ററിൽ രാത്രി വാക്കിങ്ങിന് വിളിച്ചുകൊണ്ട് പോകുമ്പം ആ ഡോഗിൻ്റെ കൂടെ അവർക്ക് ഭയങ്കര ലവാണ്. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഡോഗാണ്. അതുകൊണ്ടാണല്ലോ ആ പനി പൊഴിയുന്ന രാത്രിയും ആ ചില്ലെന്നുള്ള വെതറിലും അത് വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഡോഗ് എന്ന് പറയുന്നില്ലേ, അവർ ഫോറിനിലൊക്കെ ഞാൻ ജപ്പാൻ പോയപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പട്ടിയായിരുന്നാലും ശരി, പൂച്ചയാണെങ്കിലും ശരി, അതിന് ഡ്രസ്സിട്ട്, അതിന് കോളറിട്ട്, അതിന് സോക്സും ഒക്കെ ഇട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ സൂക്ഷിക്കുന്നോ അതുപോലെ സൂക്ഷിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മോനും മരുമോളും ഒരു കടയിൽ കൊണ്ടുപോയി കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാമെന്ന് നോക്കി. അത് പെറ്റും നഴ്സറിയും കൂടെ ചേർന്നത്. അപ്പം നഴ്സറിയിലാണ് ഞങ്ങൾ പോയത് കുറച്ച് ചെടികൾ വാങ്ങിക്കാനായിട്ട്. അപ്പം പെറ്റിൻ്റെ വിഭാഗം തന്നെ. അപ്പോൾ അതിൽ കൂടെ ഒന്ന് കയറി. അപ്പോൾ ഇത് പെറ്റ് സെക്ഷൻ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുപോയി. അപ്പം പോയപ്പം കുഞ്ഞു ഡ്രസ്സുകൾ ഇഷ്ടം പോലെ,
അപ്പോൾ ഇതെന്തുവാ പെറ്റ് എന്ന് പറയുന്ന ബേബി ഷോപ്പാണോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നാണ് മനസ്സിലായേ ആ ഡ്രസ്സുകൾ മൊത്തം പട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ്. എന്തൊക്കെ കുഷന്, മെത്ത, അതിനുള്ള കവറ്, എന്തൊക്കെയോ നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾക്ക് ഉള്ള ബേബി ഷോപ്പിൽ കയറിയാൽ എങ്ങനെയുണ്ട്, വെറൈറ്റീസാണ് ഇട്ടിരിക്കുന്നത്. സോ അങ്ങനെയൊക്കെ അവർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. എന്നാലും അത് വരണ്ടേ. അപ്പം ഇവിടെ ആൻഡ്രിയയെ സംബന്ധിച്ചവരെ പഴയ ജീവിതത്തിലും ഈ ജീവിതത്തിലും ഈ ലൈഫ് ടൈമിലും പഴയ ലൈഫ് ടൈമിലും ഒരേ അമ്മയും അച്ഛനുമാണ്. അത്രയും സ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു. അതാണ് ഡോക്ടർ പറയുന്നത്, ഈ സ്നേഹത്തോടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് വീണ്ടും 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 നമുക്ക് ആവർത്തിക്കും. നമുക്ക് അതായത് നമ്മുടെ സോളിന്, നമ്മുടെ ആത്മായ്ക്ക് തിരിച്ചും അവരുടെ കൂടെ ടൈം ചെലവിടുന്നതാണ് സന്തോഷം. അതുകൊണ്ടാണ് അതേ കുടുംബത്തിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നത്. അത് ഒരു സൈഡ്, അതായത് നല്ല സൈഡ്, നല്ല വശം. വേറൊരു വശം എന്ന് പറയുന്നത്, ഞാൻ ചീത്ത വശം എന്ന് പറയത്തില്ല, പക്ഷേ വേറൊരു വശം, ദി അതർ സൈഡ് എന്ന് പറയുന്നത് നമ്മളെ പാഠം പഠിപ്പിക്കാനായിട്ട് നമ്മളെ എല്ലാ രീതിയിലും നെഗറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് ഉപദ്രവിച്ച് നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളെ ഒന്നുമില്ലാതെ അടിച്ചമർത്തി മൂലയിലിരുത്തുന്ന റിലേഷൻഷിപ്പും ഉണ്ട്. പക്ഷേ അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ നമ്മളൊന്നും ബേജാറാവേണ്ട കാര്യമില്ല. നമ്മളൊന്നും അതിനെക്കുറിച്ച് ഇനി മനസ്സ് വിഷമിക്കരുത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാണ്, ഏഴായിട്ട് കയറിയ സ്നേഹമില്ല, എന്താ കുടലെടുത്ത് കൊടുത്താലും നാരെന്ന് പറയുന്ന ആൾക്കാരാണ് എൻ്റെ ഇൻലാസ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആൾക്കാർ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് നല്ലപോലെ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഞാൻ പലരുടെയും ഇടയിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്, കൺകൂടായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരളവിന് എൻ്റെ ജീവിതത്തിൽ തന്നെ അങ്ങനെയായിരുന്നു. എന്ത് സ്നേഹം നമുക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചാലും അത് വേണ്ട, നിൻ്റെ സ്നേഹം നിന്നോടെ വെച്ചോ, ഞങ്ങൾക്കൊന്നും വേണ്ട. അപ്പം അമ്മയും അച്ഛനും ഈ 3 മക്കളും മാത്രമാണ് അവർക്ക് അവരുടെ ലോകം. നമ്മളെല്ലാം വരത്തരായിട്ടാണ് ഒടുക്കം വരെ കണ്ടത്. അപ്പം പോകെ അവർക്ക് ഇപ്പോൾ എൻ്റെ നല്ല ക്വാളിറ്റീസ് എല്ലാം മനസ്സിലായിട്ടുണ്ട്. എല്ലാം വെളിയിൽ മറ്റൊരിടത്തൊക്കെ പോയി പറയും, മറ്റൊരിടത്തൊക്കെ അയ്യോ എൻ്റെ മരുമോൾ അങ്ങനെയാണ്, അവൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതല്ല. അപ്പോൾ എല്ലാം അറിയാം. പക്ഷേ വീട്ടിനകത്ത് എന്ത് രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പ്രതികരിച്ചാലും അതിന് ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ട് എനിക്കിതൊക്കെ നല്ല മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പലരുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. മെജോറിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. അപ്പം ഇങ്ങനത്തെ റിലേഷൻഷിപ്പൊക്കെ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ പാഠം പഠിപ്പിക്കാൻ. നമുക്ക് വലിയ ദേഷ്യമുണ്ടെങ്കിൽ ഇവരുടെ കൂടെയൊക്കെ നിൽക്കുമ്പം ആ ദേഷ്യം എവിടെ പോയിന്നേ അറിയത്തില്ല. എന്താ വെച്ചാൽ അവിടെ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല, ഒരു ജോലിയും നടക്കത്തില്ല. പിന്നെ സ്നേഹത്തിൻ്റെ വില എന്തുവാന്ന് പഠിപ്പിക്കാനുമായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ജനിച്ച വീട്ടിൽ നല്ല സ്നേഹം, നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എല്ലാം നല്ലതായിട്ട് നടക്കും. അതേ സ്നേഹമാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ നോക്കുന്നത്. അവരെ ഇമ്പ്രസ് ചെയ്യണം, അവരുടെ സ്നേഹം നമുക്ക് വേണം, നല്ല പേരെടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പലതും ശ്രമിക്കുന്നത്. എന്ത് ചെയ്താലും ഒരു പ്രയോജനമില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാർ. അപ്പം അതിൽ കൂടുതൽ നമ്മൾ പഠിക്കുന്ന പാഠം എന്തുവാ? സ്നേഹത്തിൻ്റെ വില. ഓക്കെ, നമുക്ക് കിട്ടാതെ പോകുമ്പോഴും അതിൻ്റെ വില മനസ്സിലാകും, നല്ലപോലെ കിട്ടുമ്പോഴും മനസ്സിലാക്കണം. ചിലരത് മനസ്സിലാക്കത്തില്ല. ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ, എൻ്റെ ഭർത്താവല്ലയോ, സ്നേഹിച്ചല്ലേ പറ്റൂ, പിന്നെ നിന്നെയൊക്കെ എന്തിനാണ് ഞാൻ കെട്ടിയേ എന്നുള്ള സംസാരത്തിലോട്ട് പോകരുത്. ആരെങ്കിലും നമുക്ക് സ്നേഹം തന്നാൽ അതിൻ്റെ വില മനസ്സിലാക്കണം, അതിനെ ആസ്വദിക്കണം, അതിന് നന്ദി പറയണം. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, ഇപ്പം ആൻഡ്രിയയുടെ ഹിപ്നോതെറപ്പി നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഓരോ ജീവിതം കഴിയുമ്പോഴും നിനക്ക് കാണുന്ന കാഴ്ചകൾ ഒരുമാതിരിയാണെങ്കിൽ നീ മേളിപ്പൊയ്ക്കോ എന്ന് പറയും. മേളിപ്പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവനെയും കൊണ്ട് മേളിപ്പൊയ്ക്കോ. ജീവൻ എന്ന് വെച്ചാൽ സോള്.
നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും രണ്ടും കൂടെ ചേർന്നാണ് മനോമയ കോശം, പ്രാണമയ കോശം രണ്ടും കൂടെ. അന്നമയ കോശം ബോഡി ഇവിടെ കിടക്കും, രണ്ടും കൂടെ വെളി പോകും എന്ന് പറയും. അപ്പം മേളിൽ പോകും. മേളിൽ പോയിട്ട് അവിടുന്ന് തന്നെ ആൻഡ്രിയ തൻ്റെ സ്വന്തം ബോഡിയെ കാണാൻ പറ്റും. അതൊരു രീതി. അതിന് പിന്നെ മേളിൽ പോയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുൻപലത്തെ ജന്മം നോക്കും. അതിൻ്റെ മുൻപലത്തെ ജന്മം അങ്ങനെ പഴയ ജന്മങ്ങൾ കാണുന്നതിൻ്റെ പേരാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. PLR എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പാസ്റ്റ് ലൈഫ് കാണയാണ് നമുക്ക് പല കാര്യങ്ങൾ പിടികിട്ടുന്നത്. ഓക്കെ, അങ്ങനെ അപ്പം പറയുവാണ് ഇപ്രാവശ്യം പറയുന്നു, ഓക്കെ നീ ഫ്ലോട്ട് ചെയ്ത് മേളിൽ പോ, അവിടെ നല്ല ഒരു ഡോറുണ്ട്, ആ ഡോറിൻ്റെ അപ്പുറത്ത് നിനക്ക് എന്തെങ്കിലും സ്പിരിച്വലായിട്ട് എന്തെങ്കിലും കിട്ടും, ആത്മീയതയിൽ ഉള്ള ഏതെങ്കിലും ഒരു മെസ്സേജ് ആയിരിക്കും നിനക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അടുത്ത ജന്മം തന്നെ നിനക്ക് കാണാൻ പറ്റും. അപ്പം നീ പൊയ്ക്കോ. അപ്പോൾ ഞാനിപ്പം കൗണ്ട് ചെയ്യുവാണേ 5 4 3 2 1 എന്ന് പതുക്കെയാണ്, ഇത്രയും ഫാസ്റ്റായിട്ടല്ല, പതുക്കെ ചെയ്യും. അപ്പോഴേ നമ്മൾ ആ ട്രാൻസ് സ്റ്റേറ്റിലോട്ട് പോകത്തുള്ളൂ. അപ്പം ഡോക്ടർ പറയുവാണ് ആൻഡ്രിയ അടുത്ത്, യു സീ എ ബ്യൂട്ടിഫുൾ ലൈറ്റ് ഇൻ ദ അതർ സൈഡ് ഓഫ് ദ ഡോർ. സോ ഒരു ഡോറ് കാണുന്നു, ആ ഡോറിൻ്റെ അപ്പുറത്ത് നല്ല ഒരു വെളിച്ചമുള്ള ഒരു ലൈറ്റ് നിനക്ക് കാണാൻ പറ്റും, നീ പൊയ്ക്കോ. അപ്പം ആൻഡ്രിയ പറയുക, എനിക്ക് ഓൾറെഡി എനിക്ക് കാണുന്നുണ്ട്, കഥകിൻ്റെ എല്ലാം ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിടവ് കാണുമല്ലോ, എനിക്ക് ആ ഡോറിൻ്റെ ക്രെവിസസിൽ നിന്ന് എനിക്കിപ്പോഴേ ലൈറ്റ് കാണുന്നുണ്ട് എന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ആൻഡ്രിയ അതിൽ പങ്കെടുക്കുന്നത്, ഈ ഹിപ്നോതെറപ്പിയിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അവരുടെയും കോഓപ്പറേഷൻ വേണം, അപ്പോഴേ എല്ലാം സക്സസ്ഫുൾ ആവത്തുള്ളൂ. അപ്പം ആൻഡ്രിയയും വളരെ ഹാപ്പിയാണ്, കാത്രീൻ്റെ കൂട്ട് തന്നെയാണ്. അപ്പം ഐ ക്യാൻ ഓൾറെഡി സീ ദ ലൈറ്റ് കമ്മിങ് ത്രൂ ദ ക്രാക്സ് ഇൻ ദ ഡോർ എന്നാണ്. അപ്പം അങ്ങനെ പോകെ വളരെ ഡീപ്പ് ട്രാൻസ് സ്റ്റേറ്റിലാണ് പോകുന്നത്, വളരെ ആഴത്തിലാണ് ആൻഡ്രിയ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം 5 എന്ന് പറയുമ്പം കതവ് തുറക്കുന്നു, 4 അടുത്ത 4 എണ്ണുമ്പം ആ സ്റ്റെപ്പ് ത്രൂ ദ ഡോർ, ആ കതകിൻ്റെ അടുത്ത് വരുന്നു, കതവിനെ മറികടന്ന് അകത്തോട്ട് പോകുന്നു. അപ്പം 3. അപ്പം നിനക്ക് എന്തെങ്കിലും കാണാൻ പറ്റും, ഒരു സീനായിരിക്കാം, ഒരു കാഴ്ച കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരാളിനെ കാണാൻ പറ്റും, ഏതെങ്കിലും ഒരു സീൻ കാണാൻ പറ്റും, സിറ്റുവേഷൻ കാണാൻ പറ്റും. അപ്പം നല്ല ഫോക്കസ് ചെയ്ത് നോക്കണേ എന്ന് പറയുന്നു. 2 നല്ല ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്യും. 1 ആ സീൻ എന്തുവാന്ന് നല്ലപോലെ മനസ്സിലാക്കി പറയണം എന്ന് പറയുന്നു. അപ്പം ആൻഡ്രിയയും നല്ലപോലെ സഹകരിക്കുന്നുണ്ട്, കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻഡ്രിയ പറയുക, 2 രീതിയിൽ. ഒന്ന്, ഈ ആൻഡ്രിയ തന്നെ അതിനകത്ത് ഒരു പാർട്ടായിട്ടിരിക്കണം, ആൻഡ്രിയയെക്കുറിച്ച് കാണാൻ പറ്റണം, ആൻഡ്രിയയുടെ പഴയ ജീവിതം. അപ്പം കാണാൻ പറ്റുന്നു. അല്ലെങ്കിൽ ആൻഡ്രിയ മാറി നിന്ന് വേറെ ആൾക്കാരുടെ കാര്യങ്ങൾ കാണണം. ഒന്ന്, സ്വയം അതിനകത്ത് ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ ആൻഡ്രിയ മാറി നിന്ന് വേറെ ആൾക്കാർ വരുന്നു, പോകുന്നു, സംസാരിക്കുന്നു, അതെല്ലാം കാണാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇത് ആൻഡ്രിയ അടുത്ത് പറയുന്നു, സീ യുവർ സെൽഫ് ഇൻ എ ബോഡി, നിന്നെ തന്നെ നോക്ക്, നീയാണോ അവിടെ നിൽക്കുന്നേ എന്ന് നോക്ക് എന്ന് പറയുന്നു. നിൻ്റെ കാലെങ്ങനെയാണെന്ന് നോക്ക്. കാല് നോക്കുമ്പോൾ നമ്മളുടെ ആണോ കാണുന്നത് അതോ വേറെ ആളുകളുടെ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കാലിലുള്ള ഷൂസ് എന്തുവായിട്ടിരിക്കുന്നത്, ഫുട്വെയർ നോക്ക് എന്ന് പറയുന്നു. നിൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് പറ. ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു പ്രോംപ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം നമ്മളും, അതായത് ഈ ഹിപ്നോതെറപ്പി ചെയ്യുന്ന ആളും ഇങ്ങനെ അതിനെ നമ്മൾ കഷ്ടപ്പെട്ട്, ഇപ്പം നമ്മൾ ഒന്ന് കാണാൻ പറ്റിയില്ലെങ്കിലേ കണ്ണൊക്കെ ചുരുക്കി വെളിച്ചത്തിലോട്ട് മാറ്റി ഇങ്ങനെ വായിക്കുന്നില്ലയോ, നോക്കുന്നില്ലയോ, അതുപോലെ അവളും ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് നോക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ 9-10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, പക്ഷേ കാലിൽ ആഞ്ചർക്കൻ്റെ ബൂട്ട്സാണ് ഇട്ടിരിക്കുന്നത്. ഫോറിൻ കൺട്രീസിലൊക്കെ എപ്പോഴും തണുപ്പാണല്ലോ, അപ്പോൾ അവർ ബൂട്ട്സൊക്കെ ഇടും.
അപ്പോൾ ഞാൻ ആഞ്ചർക്കൻ്റെ ബൂട്ട്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നീ ആഞ്ചർക്കൻ്റെ ബൂട്ട്സ് ഇടുന്നു എന്ന് ചോദിക്കുന്നു ഡോക്ടർ. അപ്പോൾ അവൻ പറയുക, ഞങ്ങൾക്ക് അത്ര സാമ്പത്തിക ശേഷിയില്ല, സാമ്പത്തികം ബുദ്ധിമുട്ടുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മൂത്ത ചേട്ടൻ്റെ ഷൂസാണ് ഇട്ടിരിക്കുന്നത്, വിൻ്റർ ബൂട്ട്സാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറയുന്നു എങ്ങനെയാണെന്നൊക്കെ. അപ്പം നമുക്കതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. പിന്നെ ഏതാ വീട് എന്ന് ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ ഫാമേഴ്സാണ്, അതായത് വ്യവസായം ചെയ്യുന്ന കുടുംബമാണ്. ഒരു ചെറിയ വീടുണ്ട്, പിന്നെ അവിടുത്തെ ഹോഴ്സുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, അതൊക്കെ വിവരിച്ചുകൊണ്ടിരിക്കുക. പിന്നെയാണ് ആൻഡ്രിയ പറയുന്നത്, ഈ ജന്മത്തുള്ള എൻ്റെ പേരൻസ് തന്നെയാണ് ആ ജന്മത്തും എൻ്റെ പേരൻസ്, സെയിം പേരൻസ്, ലൈക്ക് ദ കറണ്ട് ലൈഫ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജീവിതത്തിലുള്ള അതേ അമ്മയും അച്ഛനുമാണ് അപ്പോഴും ഉള്ളത് എന്ന് പറഞ്ഞു. അത് ഓക്കെ, അത് വളരെ സന്തോഷം. ഇങ്ങനെയാണ് സ്നേഹമുള്ള ബന്ധങ്ങൾ വീണ്ടും വീണ്ടും തിരിച്ചും നമ്മൾ അതേ കുടുംബത്തിൽ വന്ന് ജനിക്കാനുള്ള ഇടവരുത്തുന്നത് എന്ന് പറയുന്നു. പിന്നെ ആൻഡ്രിയ അടുത്ത് പറയുക, ഡോക്ടർ ഞാനിപ്പോൾ നിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വീണ്ടും ആഴത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകാനാണ്. അപ്പം അത് ഡോക്ടർ വന്ന് ഒരുത്തരുടെ പേഷ്യൻറ്റിൻ്റെ ദേഹത്തിനെ തൊടുന്നെങ്കിൽ അതിനു മുമ്പേ പറയണം. അതൊക്കെയാണ് റൂള്. ഇവിടെയും ഇപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇഞ്ചക്ഷൻ ഇടാൻ പോകുമ്പോഴേ കുത്തിവെക്കാൻ പോവുകയാണേ എന്ന് പറയും. അതുപോലെ തന്നെ ഞാനിപ്പം നിൻ്റെ നെറ്റിയിൽ ടാപ്പ് ചെയ്യും, 3, 2, 1 എന്ന് ഞാൻ പറയും. അപ്പോഴത്തേക്ക് നിനക്ക് എത്ര ആഴത്തിൽ പോകാനൊക്കെ അത്രയും പോയിക്കോ. ഈ ടാപ്പിംഗ് എന്ന് പറയുന്നത് മെമ്മറി റീകോളിന് സഹായിക്കും. മെമ്മറി റീകോൾ എന്ന് വെച്ചാൽ പഴയ ജന്മങ്ങളിൽ പോകാനും അതിൻ്റെ ഓർമ്മകളെ തിരിച്ചെടുക്കാനും പറ്റുന്നതാണ് ഒരു മെത്തേഡ്, ഇങ്ങനെ ടാപ്പിംഗ്. ഓക്കെ, അപ്പം എന്തുവാ കാണുന്നേ? എൻ്റെ ബ്രദറ് മരിച്ചു, അവനെ കൊന്നു, ഹി വാസ് ഷോട്ട്, അതിന് എനിക്ക് വലിയ പ്രയാസമുണ്ട് എന്ന് പറയുമ്പോഴേ അവരുടെ ദേഹമെല്ലാം ഇങ്ങനെ വിറയ്ക്കുന്നു. അതായത് അപ്പോഴത്തെ ഫീലിങ്സ് എന്തോ ആയിരുന്നു, അതേ ഫീലിങ്സ് ഇപ്പം ഇവർക്ക് കാണാൻ പറ്റുന്നു. ഇങ്ങനെ ഫീലിങ്സോടെ കാണുമ്പോഴാണ് ഹീലിംഗ് നടക്കുന്നത്. ഇതിനാണ് ഈ ആകാശിക് റെക്കോർഡിനെ നമ്മൾ പോയി കാണുന്നത്. അതായത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അല്ലെങ്കിൽ റീഡിങ് ദ ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നതിൻ്റെ കാരണം, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹീലിംഗ്, അതായത് അതേ ഫീലിംഗ്, അതേ ഇമോഷൻസ് അതിൽ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ജന്മത്ത് ഹീലിംഗ് നടക്കുന്നത്. അങ്ങനെ അവൾ കുഞ്ഞായിരുന്നപ്പോഴേ എൻ്റെ ബ്രദറിനെ, എൻ്റെ സഹോദരനെ കൊന്നു, ഷൂട്ട് ചെയ്താണ് കൊന്നേ എന്ന് പറയുന്നത്. പിന്നെ ബേബി ആയിട്ടിരിക്കുമ്പോഴേ ഷൂട്ട് ചെയ്ത് കൊന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കൊന്നു അതൊന്നും അറിയാൻ വയ്യ എന്ന് പറയുന്നു. പിന്നെ അത് മൂത്ത അത് പിന്നെ പറയുക, അതാണ് ഈ മൂത്ത ബ്രദറാണ് ഈ ജന്മത്തെ എൻ്റെ ഇളയ ബ്രദർ ജോൺ. അപ്പം ആൻഡ്രിയയ്ക്ക് ജോൺ എന്നൊരു ഇളയ ബ്രദറുണ്ട്. ഈ ഇളയ ബ്രദറിനെ കുറിച്ചോ അമ്മയോ അച്ഛനെ കുറിച്ചോ ഫാമിലിയെക്കുറിച്ചോ ഒന്നും ഡോക്ടർ കേൾക്കുന്നില്ല. ഒരു പേഷ്യൻ്റ് വരുന്നു, പേഷ്യൻറ്റിൻ്റെ അസ്വസ്ഥത പറയുന്നു, അതിനുവേണ്ടി ഹിപ്നോട്ടിക് ഇത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ ഇങ്ങനെ പറയാണ് ഡോക്ടർക്ക് തന്നെ മനസ്സിലാവുന്നത്, ഓഹോ ആൻഡ്രിയയ്ക്ക് ഒരു അനിയനുണ്ട്, ആ അനിയൻ്റെ പേര് ഈ ജന്മത്ത് ജോൺ എന്നാണ് പേര്. പക്ഷേ കഴിഞ്ഞ എത്രയോ ജന്മത്തിന് മുമ്പേ ഇതേ ജോണ് മൂത്ത ചേട്ടനായിട്ട് ജനിച്ചു, കുഞ്ഞ് ബേബി ആയിട്ടിരിക്കുമ്പോഴേ അതിനെ ആരോ വെടിവെച്ച് ഷൂട്ട് ചെയ്ത് കൊന്നു എന്ന്. ഏത് ഇത് വെച്ചാൽ ഗണ്ണ് വെച്ചാൽ ചുടുന്നതെന്ന് വരെ ഇവൾക്ക് കാണാൻ പറ്റുന്നു, ഇവൾക്കത് പറയാൻ പറ്റും. അങ്ങനെ കുറേ ഡിസ്ക്രിപ്ഷൻസ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്രയും ഡീറ്റെയിൽ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. പിന്നെ ഇതിൽ വേറൊരു അപ്പം നിൻ്റെ റോൾ എന്തുവാ എന്ന് പറഞ്ഞാൽ, ഇവക്കും ഈ ഗണ്ണിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഇവൾ വലിയ മിടുക്കിയായിരുന്നു.
അപ്പം അതിൽ വളരെ എക്സ്പേർട്ടായതുകൊണ്ട് ഈ ബോയ്സ് എല്ലാം ഇവളെ ചുറ്റിയും പറ്റി നിൽക്കും എപ്പോഴും. അതങ്ങനെയാണല്ലോ. ഒരു പെണ്ണ് ഒരു കപ്പാസിറ്റിയോടെ നല്ല ഒരു പെണ്ണ് സ്മാർട്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രായത്തിലുള്ള ആൺപിള്ളേരൊക്കെ അവളെ ചുറ്റിയും പറ്റി നിൽക്കും. പല കാരണങ്ങളാണ് അതിന്. എന്നെക്കാട്ടിലും അവളെങ്ങനെ നന്നായി ഷൂട്ട് ചെയ്യുന്നു, എന്നെക്കാട്ടിലും എങ്ങനെ അവൾക്ക് ചെയ്യാൻ പറ്റുന്നു, അതിൽ സ്നേഹം കാണും, അസൂയ കാണും, പലതും കാണും. ഓക്കെ, അങ്ങനെ പല ആൺപിള്ളേരും ഇവളുടെ കൂടെ ചുറ്റിയും പറ്റി നിൽക്കുന്നുണ്ട്. ബോയ്സ് ആർ ഫ്ലേട്ടിങ് എന്ന് വെച്ചാൽ ഇവളെ ഇങ്ങനെ കമൻ്റ് അടിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് നടക്കുന്നുണ്ട്, അങ്ങനെ പറയുന്നു. പിന്നെ അടുത്തത് ആൻഡ്രിയ വലിയ ഒരു പെണ്ണ് അടുത്ത ഒരു ജന്മം കാണുന്നു. അതിൽ ഇവൾ സിംഗിളായിട്ടാണ് ഇരിക്കുന്നത്. വേറൊരു ജന്മത്തിലേക്ക് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, കല്യാണം കഴിച്ചിട്ടില്ല. ഭയങ്കര സാമർഥ്യമുള്ള ഒരു പെണ്ണായിരുന്നു. അവൾ കുറേ ആൾക്കാരെ വെച്ച് ജോലി വാങ്ങിച്ചു. വളരെ കേപ്പബിളായിട്ടുള്ള കപ്പാസിറ്റിയുള്ള ഒരു പെണ്ണായിരുന്നു. ഇവൾ നല്ല അതോറിറ്റേറ്റീവായിട്ട് വളരെ ആളുകളെയൊക്കെ വെച്ച് ജോലി വാങ്ങിക്കാനും ഇതിനുമൊക്കെ വളരെ സാമർഥ്യമുള്ള സ്വഭാവം കാണിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അവളെ ഇഷ്ടമാണ്. ഒരു കൈൻഡായിട്ട് ഇരുന്ന് കാണും. അതുകൊണ്ടാണ് വെറും മേൽക്കോൽമ കാണിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇതിൽ ആ ജന്മത്ത് അവളെ ഇഷ്ടപ്പെടുന്നു ആൾക്കാർ. അവളുടെ അടിയിൽ ജോലി ചെയ്യാനും ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ അവൾ പറയുന്നു. അടുത്തത് വീണ്ടും ഫ്ലോട്ട് ചെയ്യുന്നു, മേളിൽ പോകുന്നു. പിന്നെ അതിൽ അവൾ പറയുന്നത് ഇപ്പം തന്നെ എത്ര ജന്മങ്ങൾ കണ്ടു അവൾ. പിന്നെ പറയുക ഒരു കോൺ, ഈ ഐസ്ക്രീം കോൺ പോലെ ഒരു കോണിൽ ബ്ലൂ ലൈറ്റ് എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നു. ഒരു കോൺ പോലെ ഒരു ബ്ലൂ ലൈറ്റ് കാണുന്നു എന്ന് പറയുന്നു. പക്ഷേ അത് എന്തുവാ, അത് വീണ്ടും നോക്ക്, അതെന്തുവാന്ന് നോക്ക്, അതിൻ്റെ പുറയിൽ അതിൻ്റെ കൂടെ പോകുന്നൊക്കെ ഡോക്ടർ ഒരുപാട് പ്രോംപ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഇടുന്നു. പക്ഷേ അവളെ കൊണ്ട് നോക്കാനൊന്നും പറ്റുന്നില്ല. ആ ബ്ലൂ ലൈറ്റോടെ കണ്ടത് മതി എന്നുള്ളതാണ് ആ മാസ്റ്റേഴ്സിൻ്റെ വെപ്പ്. അതുകൊണ്ടാണ് അതിൻ്റെ പുറയിൽ അവൾക്ക് പോകാൻ പറ്റാതെ പോയത്. അപ്പം പിന്നെ വേറൊരു കാര്യം, ഇതിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ള, മനസ്സിലാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്തുവാന്ന് വെച്ചാൽ, അതായത് ഇപ്പം ആൻഡ്രിയയ്ക്ക് ഉള്ള അമ്മയച്ഛനും നല്ല സ്നേഹമാണ്. അതിൽ ഹോട്ട് ചോക്ലേറ്റൊക്കെ വെച്ച് കാത്തിരിക്കുന്ന അവളുടെ അമ്മ, അച്ഛൻ വിൻ്ററിൽ രാത്രി വാക്കിങ്ങിന് വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇതേ അമ്മയച്ഛനുമാണ് 4-5 ജന്മത്തിന് മുമ്പേയും അമ്മയച്ഛനുമായിട്ട് ഇവർക്ക് ഉണ്ടായത്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്, പണ്ട് ഏതോ ഒരു ജന്മത്ത് മൂത്ത ബ്രദറായിട്ടിരുന്നവനാണ് ഇപ്പം ഇവക്ക് ഇളയ ബ്രദറായിട്ട് ജോൺ എന്നുള്ള പേരിൽ ഉള്ളത്. ഇതിൽ ആൻഡ്രിയയ്ക്ക് ഇനിയൊരു സംഭവം എങ്ങനെ അത് ക്ലോസ് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ, അതായത് ഈ ജോൺ ജനിച്ചപ്പം മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. ഇപ്പം മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. അത് ഒന്നീ ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി UV ലൈറ്റിൽ കാണിക്കും, അല്ലെങ്കിൽ സൂര്യ വെളിച്ചത്തിൽ കൊണ്ടുവയ്ക്കാൻ പറയും, രാവിലെ ഇളം വെയിലിൽ കൊണ്ടുവയ്ക്കാൻ പറയും. അത് ഇന്ന് വരെ നടക്കുന്ന സംഗതിയാണ്. അപ്പം ഈ ജോണിനും അതുപോലെ സംഭവിച്ചു. അപ്പം ഈ ജോണ്ടിസ് ഉണ്ട്, ഈ മഞ്ഞപ്പിത്തം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സ് എടുത്തുകൊണ്ട് പോകുമ്പം, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പം ഇവളുടെ അമ്മ പറഞ്ഞെന്ന്, അവൻ തിരിച്ചു വരുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. ഈ പോകുന്ന പോക്ക് കാണുമ്പോൾ ഇവൻ എനിക്ക് കിട്ടുമെന്നുള്ള യാതൊരു ഇതുമില്ല എന്ന് അവളുടെ അമ്മ വളരെ ഇമോഷണലി അപ്സെറ്റായി പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഒരമ്മയും പറയാൻ പാടില്ല. ഒരു ജോണ്ടിസ് വന്നു എന്ന് വിചാരിച്ച് ഇത്രയ്ക്കും ഈ ജന്മത്ത് ഒരു ഡോക്ടറുടെ ഭാര്യയാണ്, അതിന് പോയി ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമില്ല. പക്ഷേ അതിനൊരു അർത്ഥമുണ്ട്. അവരുടെ അമ്മ എന്തുകൊണ്ട് അങ്ങനെ വിചാരിച്ചെന്ന് വെച്ചാൽ, ആ മുൻജന്മത്ത് ഇതേ ജോണാണ് ഇവളുടെ ചേട്ടനായിട്ട് ജനിച്ചപ്പം ആ കൊച്ചിന് മരിച്ചു പോയത്. അപ്പം ആ മരിച്ചപ്പം ഉള്ള ഒരു വേദന ജന്മജന്മമായിട്ട് ഇവരുടെ അമ്മയുടെ മനസ്സിൽ തുടരുന്നു.
അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. അതുകൊണ്ട് തന്നെയാണ് ഈ ജന്മത്തും ഈ കൊച്ചിനെ ഇത്രയ്ക്ക് അവരുടെ അമ്മയ്ക്ക് അറിഞ്ഞൂടാ. എത്രയോ ജന്മത്തിന് മുമ്പേ ഇവൻ തന്നെയാണ് എൻ്റെ മൂത്ത മകനായിട്ട് ജനിച്ചതെന്ന് അറിഞ്ഞൂടാ. എന്നാലും ആ ഫീലിങ്സ് നോക്കണം, അങ്ങനെ ക്യാരി ഓവർ ആവുന്നു. അതുകൊണ്ടാണ് ഇപ്പം നേഴ്സ് വന്ന് ഈ കൊച്ചിനെ ലൈറ്റ് കാണിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോഴും ഇവൻ എനിക്ക് തിരിച്ച് കിട്ടുമോ, ഇവൻ തിരിച്ച് കിട്ടുന്നതൊക്കെ സംശയം തന്നെ. എന്താണെന്ന് വെച്ചാൽ അന്ന് ആ ജന്മത്ത് ആ കൊച്ച് മരിക്കാനിടയായി. അത് ഷൂട്ട് ചെയ്തു, എങ്ങനെയൊക്കെയോ പോയി. ആ വേദന ഇപ്പോഴും ആ മനസ്സിൽ കിടപ്പുണ്ട്, ആ ഓർമ്മ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് ഇപ്പം ഈ കൊച്ചിനെ കൊണ്ടുപോകുമ്പോഴും അവരുടെ അമ്മയ്ക്ക് അവരെ അറിയാണ്ട് വായിന്ന് വരുന്ന സംഭവങ്ങൾ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്തുവാ പഠിക്കേണ്ടത്? നമ്മളുടെ സ്വഭാവം, ഈ ജന്മത്ത് നമ്മൾ കാണിക്കുന്ന സ്വഭാവം, നമുക്ക് ചിലരെ കണ്ടാൽ ഭയങ്കര സ്നേഹം തോന്നുന്നു, ചിലരെ കണ്ടാൽ വെറുപ്പ് തോന്നുന്നു, ചിലപ്പം ദേഷ്യം വരുന്നു. ചില സ്വഭാവങ്ങളൊക്കെ നമുക്ക് കൊച്ചിലേ തൊട്ട് തൊട്ടിൽ ശീലം പട്ടടയോളം എന്ന് പറയുന്ന പോലെ ശീലം അങ്ങനെ തുടരുന്നു ഇല്ലേ? നമുക്ക് തന്നെ അറിയാം നമ്മളുടെ സ്വഭാവം. അപ്പം ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് പുതിയതായിട്ട് ഈ ജന്മത്ത് ഉണ്ടായ സ്വഭാവമല്ല. എത്രയോ ജന്മങ്ങൾക്ക് മുന്നേയും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇരുന്നിരിക്കുന്നത്. ആ മെമ്മറി, ആ ഓർമ്മകൾ മരിക്കാറില്ല, ഓർമ്മകൾ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഈ ജന്മത്ത് നമ്മൾ ബിഹേവ് ചെയ്യുന്നതിന് മുൻജന്മമായിരിക്കാം, അതിൻ്റെ മുൻജന്മമായിരിക്കാം നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കോ അവരുടെ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ കിട്ടിയ അനുഭവങ്ങൾ ജീൻസിൽ രജിസ്റ്റർ ചെയ്ത് പതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ അച്ഛന് അല്ലെങ്കിൽ അവരുടെ അമ്മയ്ക്കോ അച്ഛന് 7 തലമുറയ്ക്ക് 21 തലമുറ വരെയാണ് പറയുന്നത്, അത്രയും ജീൻസിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളിങ്ങനെ പെരുമാറാൻ കാരണം. പിന്നെ ഇവിടെ എൻ്റേതായ ഒരു അഭിപ്രായം ഞാൻ പറയുന്നുണ്ട്. ജീൻസൊക്കെ സത്യം തന്നെയാണ്, DNA ഒക്കെ സത്യം തന്നെയാണ്, ഹെറിഡിറ്ററി പാരമ്പര്യം സത്യം തന്നെയാണ്. ഇപ്പോൾ ഒരു കൊച്ചു ജനിക്കുമ്പോഴേ നമ്മൾ പറയും കണ്ണ് ആരുടെ കൂട്ടുണ്ട്, കളർ ആരുടെ കൂട്ടുണ്ട്, മൂക്ക് ആരുടെ കൂട്ടുണ്ട്, ഇത് അപ്പൂപ്പൻ്റെ തലയാണ്, അപ്പൂപ്പൻ്റെ മൂക്കാണ്, അമ്മൂമ്മയുടെ നിറവാണ്, അമ്മയുടെ സ്വഭാവമാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ജീൻസ് വഴി അമ്മയുടെ അടുത്തു നിന്നും അച്ഛൻ്റെ അടുത്തു നിന്നും കിട്ടുന്ന സ്വഭാവങ്ങൾ അത് നല്ലതും ആകാം ചീത്തയും ആകാം. അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ആത്മാവിൻ്റെ പല പാഠങ്ങളുടെ പഠിപ്പിനെന്ന് വെച്ചാൽ പഠിച്ച കാര്യങ്ങൾ, അതായത് പഴയ ജന്മങ്ങളിൽ നമുക്ക് കിട്ടിയ പാഠങ്ങൾ, നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ, അതൊക്കെയാണ് ഇന്ന് ഞാനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തണം. പക്ഷേ ഇപ്പോൾ എനിക്ക് കൂടുതലും എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയൊക്കെ സ്വഭാവങ്ങൾ തന്നെ വരും. വേറെ അമേരിക്കയിൽ നിന്നുള്ള ഒരുത്തൻ്റെ സ്വഭാവം എനിക്ക് വരാനുള്ള സാധ്യതയേ ഇല്ല. പക്ഷേ നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ, നല്ലതും കെട്ടതും ഗുണങ്ങൾ, നല്ലതാണെങ്കിൽ അതിനെ പുലർത്തിക്കൊണ്ട് പോകുക, കണ്ടിന്യൂ ചെയ്യുക. ചീത്തയായുള്ള സ്വഭാവങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റണം. അവിടാണ് ഈ ജന്മത്തെ നമ്മളുടെ സാമർഥ്യം. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, എൻ്റെ അച്ഛനും ദേഷ്യക്കാരനാണ്. അല്ലെങ്കിൽ ഒരു ആൺചേർക്കനാണെങ്കിലേ എൻ്റെ അച്ഛൻ കുടിച്ച് തന്നെ മരിച്ചു, ഇപ്പോൾ എനിക്കും കുടിയുടെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാനും ഇപ്പം അങ്ങനെയാണ്, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂട്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ കുടിച്ച് മരിച്ചെങ്കിൽ അച്ഛൻ്റെ അപ്പം ഉള്ള അറിവ് അത്രയേ ഉള്ളൂ, അത് പോയ കഥ. പക്ഷേ ഇപ്പം ഞാനും എൻ്റെ അച്ഛൻ്റെ കൂട്ട് തന്നെ കുടിച്ച് മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കഥയില്ല, അർത്ഥമില്ല. അച്ഛൻ മരിച്ചു, അങ്ങനെ കുടിച്ചല്ലേ മരിച്ചേ, ലിവർ ഡാമേജായി, ഛർദ്ദിച്ച് രക്തം സത്തിച്ച് കഷ്ടപ്പെട്ടാണ് മരിച്ചത്, ക്യാൻസറിലാണ് മരിച്ചത്. ഞാനപ്പോൾ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള ഒരു ദൃഢചിന്ത നമുക്ക് വരണം. സോ നല്ല സ്വഭാവങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ചീത്ത സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിനെ അപ്പോഴേ വേരോട്
കളഞ്ഞിട്ട് ആ സ്ഥലത്ത് വേറൊരു നല്ല സ്വഭാവത്തിനെ നമ്മൾ വളർത്തിയെടുക്കണം. അതിനാണ് നമ്മൾക്ക് ദൈവം ബുദ്ധി തന്നിരിക്കുന്നത്, അറിവ് തന്നിരിക്കുന്നത്, ഫ്രീ വിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ മനസ്സിലാക്കാനും നമുക്ക് ഒരു കഴിവ് വേണം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം അവളുടെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഇവക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റി. അമ്മയുടെ ഫീലിങ്സ്, അമ്മയുടെ ഇമോഷൻസ്, അച്ഛൻ്റെ ഇമോഷൻസ്, പട്ടിയുടെ ഇമോഷൻസ്, ബ്രദറിൻ്റെ സ്നേഹം. ഇതിൽ വേറൊരു കാര്യം, ഇപ്പോഴും ഈ ജോൺ എന്നുള്ള ബ്രദർ ജീവിച്ചിരിപ്പുണ്ട് ഈ കറണ്ട് ലൈഫിലും. അതിലും അവരുടെ അമ്മ അവരുടെ അനിയനെക്കുറിച്ച് ഭയങ്കര പ്രൊട്ടക്റ്റീവാന്ന് വെച്ചാൽ ഏതോ ഒരു ജന്മത്തിൽ ഒരു കൊച്ചിനെ ഷൂട്ട് ചെയ്ത് മരിക്കാനുള്ള ഇടവരുത്തിയതും അവർ കണ്ടത് മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം ഈ കൊച്ചും ഇത് മരിച്ചു പോവുമോ, വെളിയിൽ പോയാൽ മോനെ നേരത്തെ വരണം. അപ്പം നമ്മൾ തന്നെ എത്ര പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നു. നമ്മൾ വളരെ പ്രൊട്ടക്റ്റീവാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചവരെ, നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകളെ സംബന്ധിച്ചവരെ. അപ്പോൾ അതിനൊക്കെ കാരണം വേറെ പല കാര്യങ്ങളാണ്, പഴയ ജന്മങ്ങളിലും നടന്നതാണ്. ഓക്കെ, അപ്പം അത് നല്ലതാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ചീത്തയാണെങ്കിൽ വെച്ച് മാറ്റണം. ഓക്കെ, അപ്പോൾ അവളുടെ അമ്മ എന്തുകൊണ്ട് അവളുടെ ബ്രദറിൻ്റെ അടുത്ത് ഇപ്പോഴും ഇത്രയും കെയർഫുള്ളായിട്ടിരിക്കുന്നേ എന്നുള്ളതൊക്കെ അവൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ പ്രസൻറ്റ് ലൈഫിലുള്ള ബ്രദറിനെ കുറിച്ചൊക്കെ കണക്ട് ചെയ്തു, അമ്മയുടെ ഇമോഷൻസിനെ എല്ലാം കണക്ട് ചെയ്തു. ഇതൊക്കെ കണ്ടപ്പം കേട്ടപ്പം ആൻഡ്രിയയുടെ മൂഡ് മാറി. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനൊക്കെ കാണുമ്പോഴേ നല്ലത് കാണുമ്പോൾ നമുക്ക് ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വളരെ ഈ ജന്മത്തും നമുക്ക് മനപ്രയാസം കൊണ്ടുവരും. പിന്നെ അതിൽ നിന്ന് നമ്മൾ വെളിയിൽ വരണം. ഓക്കെ, അങ്ങനെ അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം ഒരു വോയിസ് കേൾക്കുന്നു, ഒരു ശബ്ദം കേൾക്കുന്നു. ഡോക്ടറുടെ മൂഡ് മാറുന്നു. ഇങ്ങനെ ഡോക്ടറും ഇങ്ങനെ നോക്കിയിരിക്കുക. ഡോക്ടറുടെ കണ്ണിലൊരു വിഷൻ, ഒരു ലൈറ്റ്, ബ്യൂട്ടിഫുൾ ലൈറ്റ് ഒന്ന് കണ്ണിൽ കാണുന്നു. അപ്പം കാതിൽ രഹസ്യമായിട്ട് ആരോ വന്ന് സംസാരിക്കുന്നു. ആരുടെ കാതിൽ? ഡോക്ടറുടെ കാതിൽ. ഈ തെറാപ്പിയിൽ നീ ഇന്നൊരാളിനെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പം അവരുടെ പല ജന്മങ്ങൾ അവർ കാണുന്നു, നിൻ്റെ അടുത്ത് പറയുന്നു, നീ ഡോക്ടർ എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കിയെടുക്കുന്നു. അത് നീ അതിൽ നിന്ന് എന്ത് നീ പാഠം പഠിക്കണമെന്ന് വെച്ചാൽ അവരുടെയും ആത്മാവ് ആണ് ഇതൊക്കെ നടത്തുന്നത്. അതായത് ആ പഴയ ഓർമ്മകളെല്ലാം എവിടെ ഉണ്ട്? നമ്മുടെ മനസ്സിൽ, ഉപബോധ മനസ്സിലുണ്ട്. അപ്പം അതിലും ഓരോ ജന്മത്തിലും ഇതേ ആൻഡ്രിയയുടെ ആത്മായാണ് പല ജന്മങ്ങളായിട്ട് മാറി മാറി വരുന്നത്. അപ്പോൾ ആ മനസ്സിനെ ഓട്ടിച്ചുകൊണ്ട് പോകാൻ, മനസ്സായിട്ടിരുന്ന് അതിൻ്റെ ഓർമ്മകളെയൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇപ്പം അതിനെ എടുത്ത് വായിക്കുന്നു, അത് എടുത്ത് നോക്കുന്നു. ഇതിനെല്ലാം കാരണം അകത്തുള്ള സോളാണ്, അകത്തുള്ള ആത്മായാണ്. അത് നീ മനസ്സിലാക്കണം എന്ന് ഒരു മാസ്റ്റർ ഡോക്ടർ വെയ്സിൻ്റെ കാതിൽ പതുക്കെ വന്ന് സംസാരിക്കുന്നു. അത് ഒരു പുതിയ അനുഭവമാണ് ഡോക്ടർക്ക്. അപ്പം നീ എല്ലാത്തിലും ആൻഡ്രിയയുടെ സോളിനെ കാണണം. നീയും ഒരു സോളാണ്. ഓക്കെ, നീയും ഒരു സോളാണ്. പല ജന്മങ്ങളെടുത്താലും അതും ഒരു സോളാണ്. അപ്പം നീ എത്ര പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്താലും ഈ ഫിസിക്കൽ ദേഹത്തിനെ മാത്രം, ഈ അന്നമയ കോശത്തിനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ആ ആത്മാവിനെ നീ തിരിച്ചറിയണം എന്നുള്ള ഒരു സന്ദേശം മാസ്റ്ററുടെ ഒരു അഡ്വൈസായിട്ട്, ക്രിറ്റിസിസമായിട്ടല്ല, ഒരു അഡ്വൈസായിട്ട് ഡോക്ടറുടെ കാതിൽ ഓതിയിട്ട് പോയി. അതാണ് മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ് എന്ന് ഇട്ടിരിക്കുന്നത്. ഇത് ഒരു മെസ്സേജ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ.
ഓക്കെ. പിന്നെ ഡോക്ടർ ഇനിയൊന്ന് പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, വേറൊരു സൗത്ത് അമേരിക്കയിലെ ഒരു ലേഡിയെ, 55 വയസ്സുള്ള ഒരു ലേഡി, അവർക്കൊരു അസുഖം, അത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ഇദ്ദേഹം ഈ തെറാപ്പി ചെയ്തു. എന്തുവാ? ക്ലോസ്ട്രോഫോബിയ. ഈ ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഭയം. ഈ ക്ലോസ്ട്രോ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് റൂം, അതായത് ഒരു ഇരുട്ട് റൂമിൽ പോകാൻ, ഒരു അടച്ചിട്ട മുറിയിലിരിക്കാൻ ചിലർക്ക് ഭയം, ഒരു വെപ്രാളമാണ്. അത് ഒരുപാട് ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവർക്ക് ഈ ക്ലോസ്ട്രോഫോബിയ, അതായത് അടച്ചിട്ട മുറിയിൽ ഇരിക്കാൻ ഭയപ്പെടുന്ന ഒരു 55 വയസ്സുള്ള ഒരു സ്ത്രീ, സൗത്ത് അമേരിക്കയിലുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പം അതിൻ്റെ കാരണം ഇദ്ദേഹത്തിന് മനസ്സിലായി. അത് എന്തുവാന്ന് വെച്ചാൽ, ഈജിപ്തിലെ ആ സ്ത്രീ ഒരു അടിമയായിട്ടിരുന്നു. ഈജിപ്തിലുള്ള ഒരു രീതി അക്കാലത്ത് എന്തുവാന്ന് വെച്ചാൽ, ഒരു മാസ്റ്റർ എന്ന് വെച്ചാൽ ഒരു ശേഷിയുള്ള ഒരു മനുഷ്യൻ, അവന് ഒരുപാട് അടിമകളുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ എടുപിടി ജോലി ചെയ്യാൻ. അപ്പം ഒരു മാസ്റ്റർ മരിച്ചാൽ അവൻ്റെ 1-2 അടിമകളെയും കൂടെ കൊന്ന്, അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലെ വേറൊരു ചെറിയൊരു പാത്രത്തിൽ ഇട്ട് അടച്ച് ആ മാസ്റ്ററുടെ ശവകുടീരത്തിൻ്റെ അടുത്ത് വയ്ക്കും. ഈ മമ്മീസൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലയോ? മമ്മീസ് എന്ന് വെച്ചാൽ ആ ബോഡിയെ ഒരുപാട് മരുന്നുകളൊക്കെ പുരട്ടി വെച്ചേക്കും. എന്തിനാ ബോഡിയെ പുരട്ടി വയ്ക്കുന്നത്? ചിലപ്പോൾ ആ ജീവൻ വന്നാലോ എന്നുള്ള അപ്പോഴത്തെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ ഹിസ്റ്ററിയിൽ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട്. ഈ ആ മമ്മിയെ വെക്കുമ്പം മമ്മിയെ ചുറ്റിലും തിന്നാനുള്ള സാധനങ്ങൾ, ഉടുക്കാനുള്ള തുണികൾ, കഴിക്കാനുള്ള സാധനങ്ങൾ, ഇതുപോലെ 1-2 അടിമകളെ ശ്വാസം മുട്ടിപ്പിച്ച് ഒരു ചെറിയ റൂം പോലെ അവർക്കുണ്ടാക്കി അതിനകത്തിട്ട് അടയ്ക്കുക. അപ്പം ഈ മാസ്റ്ററിന് ജീവിതം വന്നാൽ ഈ സ്ലേവ്സിനെ കൊണ്ട് ജോലി വാങ്ങിപ്പിക്കാം അപ്പോഴും എന്നുള്ള ഒരു തോന്നൽ. അങ്ങനെ അതൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അവിടെ ഈജിപ്തിൽ. അതൊരു ശീലമായിരുന്നു. ആ ശീലത്തിൽ ഈ സ്ത്രീയെ അങ്ങനെ ഒരു ജീവനോടെ പുതച്ചു വെച്ചു. ജീവനോടെ ഒരു സ്ഥലത്ത് ആ മാസ്റ്ററുടെ അടുത്ത് തന്നെ വേറൊരു ചെറിയ പെട്ടിയിലിട്ട് ജീവനോടെ ഇട്ട് അടച്ചു. അതുകൊണ്ടാണ് ഇവർക്ക് ഈ അടച്ച മുറിയിലിടാൻ പോയാൽ ഭയം, എന്നുവെച്ചാൽ പഴയ ഓർമ്മ. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പം ഇതിലെന്തുവാ, അപ്പോൾ ഇതൊക്കെ എന്തിനാ ഡോക്ടർ പറയുന്നത് ഒരു ബുക്കായിട്ട് എഴുതുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്യുന്നത് നല്ലത്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഹിപ്നോതെറപ്പി മുഖാന്തരം ചെയ്യുന്നത് നല്ലത്. പക്ഷേ അതിൽ എന്തുവാ, നല്ല ഹീലിംഗ് ആണ് നടക്കുന്നത്. ഈ ശരിക്കും നമ്മുടെ പാസ്റ്റ് ലൈഫ് കാണുമ്പം നമുക്ക് ഹീലിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ആ പാസ്റ്റ് ലൈഫിൽ പോകുമ്പം നമ്മളതിൽ മരിക്കുന്നത് കാണും, അടുത്ത ജന്മം എടുക്കുന്നത് കാണും. കുറച്ച് പിന്നോട്ടല്ലേ പോകുന്നത്. അപ്പം നമ്മൾ മരിക്കുന്നു, നമ്മളുടെ മനോമയ കോശം, പ്രാണമയ കോശം, അന്നമയ കോശം താഴെ കിടക്കുന്നു ഡെഡ് ബോഡിയായിട്ട്, മനോമയ കോശവും പ്രാണമയ കോശവും മേളിൽ പോകുന്നു, ആവിയായിട്ട് മേളിൽ പോകുന്നു. തിരിച്ചും അതേ സോള് വേറൊരു ജന്മം എടുക്കുന്നു, അതിൻ്റെ മുമ്പിലത്തെ ഇങ്ങനെ ഓരോ ജന്മങ്ങളായിട്ട് കാണുമ്പം ഒരു പാഠം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്തുവാ, നമുക്ക് മരണം ഇല്ല, നമ്മളുടെ ദേഹം മാത്രമേ മരിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ആർക്കും മരണമില്ല. അതുമാത്രമല്ല, നമ്മൾ മരിച്ച് മേളിൽ പോയാലും ആ ലോകത്ത് നമ്മളുടെ കൂടെ ഇപ്പം ജീവിക്കുന്നവരെല്ലാം ഒരു കാലത്ത് മരിക്കുന്നു, അവരെ അവിടെ വരുന്നു, അവിടെയും വെച്ച് നമുക്ക് അവരെ കാണാൻ പറ്റും. ചില റിലേഷൻഷിപ്പ് ഉണ്ട്, ദൈവമേ അവിടെയും വരല്ലേ എന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന ചില റിലേഷൻഷിപ്സ് ഉണ്ട്, എനിക്കത് മനസ്സിലായി. പക്ഷേ കാണണ്ടെങ്കിൽ കാണണ്ട, കാണാൻ ആഗ്രഹിക്കുന്നവരെ കാണാം, അവിടെയും വെച്ച് നമുക്ക് സംസാരിക്കാം.
ഓക്കെ. സോ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. സോ നമ്മളുടെ സോൾ എന്ന് പറയുന്നത് അതിന് മരണമില്ല. ഇറ്റ് ഈസ് ഇമ്മോർട്ടൽ. ഈ സോളാണ്, ഈ ആത്മായാണ് നമ്മളുടെ മനസ്സിന് ഊർജം നൽകുന്നത്. മനസ്സിന് ഊർജം നൽകുന്നത് കൊണ്ട് മാത്രമാണ് ഈ മനസ്സിൽ പഴയ 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 റെക്കോർഡുകളെല്ലാം അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. നമുക്കിപ്പം ഓർമ്മയില്ല, ഈ ജന്മത്തെ മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ പഴയതായിട്ട് കിടക്കുന്നതൊക്കെയാണ് നമുക്ക് വാസന. വാസന എന്ന് പറയുന്നത് അതാണ്. ഓർമ്മകൾ, നമ്മളുടെ ശീലം, നമ്മളുടെ സ്വഭാവം, നമ്മളുടെ ചെയ്ത്ത്, ഇതെല്ലാം നമ്മളുടെ മനസ്സിൽ കിടക്കുന്ന ഓർമ്മകളാണ്. അതായത് ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതാണ്. അപ്പം ആത്മാവില്ലെങ്കിൽ മനസ്സില്ല. അപ്പം ഈ ആത്മായാണ് ഈ മനസ്സിനെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞ് ഇവിടെ വെച്ച് നിർത്തുന്നു. ഓക്കെ. സോ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ചാപ്റ്റർ വലിയ ചാപ്റ്റർ എന്നുള്ളതുകൊണ്ടാണ് 2-3 പ്രാവശ്യമായിട്ട് ഇട്ടത്. ഇതോടുകൂടി സെക്കൻഡ് ചാപ്റ്റർ നിൽക്കുന്നു. ഓക്കെ, അടുത്തത് 3-ാമത്തെ ചാപ്റ്റർ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പിടികിട്ടി കാണും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നമ്മളത് പഠിക്കണം. നമ്മളുടെ ഈ ജന്മത്തെ നമ്മളുടെ രീതി എങ്ങനെയാണ്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു, എൻ്റെ സ്വഭാവം, എനിക്കെന്തുകൊണ്ട് ഇത്രയും പേടി, എനിക്ക് എന്തുകൊണ്ട് ഇത്രയും വെറുപ്പ്, എനിക്കെന്തുകൊണ്ട് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്നേഹം കൊടുക്കുമ്പോൾ ആളുകൾ തിരിച്ചെനിക്ക് തരാത്തെന്ത്, അങ്ങനെയൊക്കെ പല 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 കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യണം. അതുമാത്രമല്ല, നമ്മളെ ചുറ്റിയുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധുക്കളെല്ലാവരെയും ബന്ധങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ. അപ്പം വേറെ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം റേക്കി ഗ്രാൻഡ് മാസ്റ്റർ എടുത്തു. ഞാനത് പ്രാക്ടീസ് ചെയ്യും ജനുവരിയിൽ. ആകാശിക് റെക്കോർഡും ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിന് പുറമെ ഹിപ്നോതെറപ്പിക്കും ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഒക്ടോബറിലോ നവംബറിലോ കാണും വെച്ച് അവർ ക്ലാസ് എടുക്കുമ്പം അവർക്ക് അവരുടെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആകാശിക് റെക്കോർഡൊക്കെ നമുക്ക് മറ്റവരുടെ റെക്കോർഡ് വായിക്കണമെന്നുണ്ടെങ്കിൽ വായിച്ച് അവർക്ക് സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റേക്കി മുഖാന്തരം അവരെ ഹീൽ ചെയ്യണം. അവരുടെയൊക്കെ എൻ്റെ അടുത്ത് എന്നെ സമീപിക്കുന്നവർക്കൊക്കെ അവരുടെ ആകാശിക് റെക്കോർഡ് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഹിപ്നോതെറപ്പിയും കൂടെ പഠിച്ചാലേ ഒക്കത്തുള്ളൂ. സോ അടുത്തത് ഞാൻ പഠിക്കാൻ പോകുന്നത് ഹിപ്നോതെറപ്പിയാണ്. ഹിപ്നോതെറപ്പിയും കൂടെ പഠിക്കുമ്പം ഇതെല്ലാം കൂടെ ചേരുമ്പം ഞാൻ മുഴുവനെ ഒരു വ്യക്തിയെ ഹീൽ ചെയ്യാൻ പറ്റും, സഹായിക്കാൻ പറ്റും. ഈ ജന്മത്ത് അവർ പെടുന്ന കഷ്ടങ്ങളെല്ലാം ഇന്നതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ എത്ര പേരെ ഞാൻ സഹായിക്കാമോ അത്രയും പേരെ സഹായിക്കണം. അതിന് ദൈവം ഒരു ഇടവരുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം, ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം. ഓക്കെ, എല്ലാം ദൈവം സാധിച്ചു തരട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളൊക്കെ എൻ്റെ കൂടെ കാണുമല്ലോ, അത് മതി. ഓക്കെ.